നമഃശിവായ. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ശിവരാത്രി ആശംസകൾ. ശിവരാത്രി ആഘോഷം ഹൈന്ദവാഘോഷങ്ങളിൽ ദീപാവലി കഴിഞ്ഞാൽ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രിയാണ്. ദീപാവലി ലോകം മുഴുവനുണ്ട്, ശിവരാത്രിയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആഘോഷിക്കുന്നു. അപ്പം ശിവരാത്രി ആഘോഷം, ശിവരാത്രി വ്രതം, ശിവരാത്രി ആഘോഷം, ഇവയുടെ ശിവരാത്രിയുടെ പ്രാധാന്യം ഇത് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള വിഷയമാണ്, എല്ലാവർക്കും അറിയുന്നതായിട്ടുള്ള വിഷയമാണ്. അപ്പം 3 കാരണങ്ങളാണ് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ ശിവരാത്രി ആഘോഷിക്കാനുള്ള കാരണം, ഒന്ന് വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള മത്സരത്തിൽ അവസാനം ശിവൻ പ്രത്യക്ഷനാവുകയും, അപ്പോൾ ശിവൻ പ്രത്യക്ഷനായ ദിവസം ഈ കൃഷ്ണപക്ഷ മാഘമാസത്തിലെ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അപ്പം ഭഗവാൻ പ്രത്യക്ഷനായതിൻ്റെ ആ സന്തോഷത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നത്. എല്ലാ ആഗ്രഹ ഫലനിവൃത്തിക്കും മോക്ഷത്തിനും വേണ്ടിയിട്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങളായിക്കൊണ്ട് ഭഗവാനെ വരിക്കുന്ന ദിവസം, ഭഗവാനെ ഭജിക്കുന്ന ദിവസമാണ് ശിവരാത്രി. മറ്റൊന്ന്, പാലാഴി മഥനത്തിൽ ശിവൻ വാസുകി കളകൂട വിഷം ഛർദ്ദിച്ചപ്പോൾ അത് ഭൂമിയെ, ഈ ലോകത്തെ മുഴുവൻ പ്രപഞ്ചത്തെ നശിപ്പിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ അവസ്ഥ ഉണ്ടാകാനുള്ള അസാധ്യത മുന്നിൽ വന്നപ്പോൾ പരമേശ്വരനത് തൻ്റെ കൈകൊണ്ട് അത് വാങ്ങിയിട്ട് തൻ്റെ വക്ത്രത്തിലേക്ക് ഒഴിക്കുകയും അത് കഴിക്കുകയും, അപ്പോൾ അങ്ങനെ കഴിച്ച് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശിവൻ ഇല്ലാതാകും എന്നുള്ള അവസ്ഥ വരും. അപ്പോൾ പാർവതി ശിവന്റെ കഴുത്ത് മുറുകെ പിടിച്ചു, വിഷ്ണു വായ അടച്ചു പിടിച്ചു. അപ്പോൾ ഭഗവാനെ ഭൂമിയിൽ ഭഗവാനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ എല്ലാ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട്, ഭഗവാന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ഭഗവാന് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും ആബാലവൃദ്ധം ലോക ജനങ്ങൾ എടുത്ത വ്രതമാണ് ശിവരാത്രി എന്നും പറയുന്നുണ്ട്. ഇത് കൂടാതെ ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരിട്ട് ഭൂമിയിലേക്ക് ഗംഗയ്ക്ക് പതിക്കാനാവില്ല. അപ്പോൾ ശിവന്റെ ജടയിലേക്കാണ് ആദ്യം പതിച്ചത്. അപ്പോൾ അങ്ങനെ ശിവന്റെ ജടയിലേക്ക് പതിച്ച ദിവസം, അപ്പോൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദിവസം അർത്ഥത്തിലും ശിവരാത്രി പറയാറുണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള ഐതിഹ്യങ്ങളാണ്, സങ്കല്പങ്ങളാണ് ശിവരാത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്നാമത്തെ ഐതിഹ്യത്തിൽ തന്നെ പ്രധാനമായിട്ടും വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള മത്സരത്തിൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടാവുകയും, അപ്പം ബ്രഹ്മാവ് ചുറ്റും ജലം മാത്രമാണ് കാണുന്നത്. ഉയർന്ന താമരയിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്, നാഭിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന താമരയിലാണ്. അപ്പം വിഷ്ണുവിനെ പോലും ബ്രഹ്മാവ് കാണുന്നില്ല. അവസാനം താഴെ വിഷ്ണുവിനെ കാണുകയും, അപ്പം താൻ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിൽ മറ്റൊരാളെ കാണുകയും ചെന്നപ്പോൾ തൻ്റെ സൃഷ്ടാവ് ഭഗവാൻ വിഷ്ണുവാണ് എന്നറിഞ്ഞ്, അപ്പോൾ ആ ഒരവസ്ഥയിലുള്ളൊരു മത്സരം, താൻ തന്നെയാണ് എന്നുള്ള അവസ്ഥയിൽ നിന്നും മറ്റൊരാളുണ്ടെന്നറിഞ്ഞപ്പോഴുള്ള ആ മത്സരം അത് ഒരു യുദ്ധത്തിൻ്റെ രൂപത്തിൽ വരെ ആയി മാറി. അപ്പോൾ ബ്രഹ്മാസ്ത്രവും ബ്രഹ്മാസ്ത്രവും ഭഗവാൻ വിഷ്ണു പാശുപതാസ്ത്രം എടുക്കുകയും, അങ്ങനെ ഒരു ഗംഭീരമായ യുദ്ധം നിലനിൽക്കവേ അവരുടെ ഇടയിൽ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുകയും, അപ്പോൾ വിഷ്ണു ആ ശിവലിംഗത്തിൻ്റെ ആദിയും അന്തവും അറ്റവും താഴ്ചയും അറിയാൻ വേണ്ടിയിട്ട് വിഷ്ണു താഴോട്ട് പോവുകയും ബ്രഹ്മാവ് മേലോട്ട് പോവുകയും ചെയ്തു. രണ്ടുപേർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയിരിക്കവേ അവരുടെ മുന്നിൽ ഭഗവാൻ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഈ കൃഷ്ണ ചതുർദശി ദിവസമാണ്. അതുകൊണ്ടാണ് ആ ചതുർദശി ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസം എന്നുള്ള അർത്ഥത്തിൽ ഭഗവാനെ ബ്രഹ്മാവിഷ്ണുക്കൾക്ക് പ്രത്യക്ഷപ്പെട്ട
ദിവസം. അത് ലോകത്തിന് മുഴുവനും ഐശ്വര്യം എന്നുള്ള അർത്ഥത്തിലാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത് എന്ന് പറയുന്നു. അപ്പം ഭഗവാൻ പ്രത്യക്ഷം അന്ന് വ്രതമെടുത്ത് ഉറക്കമൊഴിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ ഉറക്കമൊഴിച്ച് വ്രതത്തിനാണ് പ്രാധാന്യം. പണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കഥയുണ്ട്. ചെമ്പകശ്ശേരി നാട്ടിലെത്തിയപ്പോൾ അവിടെ ഉച്ചയ്ക്ക് പകല് ഭക്ഷണവും തരായില്ല, രാത്രി മൂട്ടയും കൊതുവും കടിച്ച് ഉറങ്ങാനും സാധിച്ചില്ല. അപ്പം അങ്ങനെ കുറച്ച് ദിവസം നീങ്ങവേ രാജാവ് ചോദിച്ചു, നമ്പ്യാർ എന്താ വിശേഷം, ഇവിടുത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നമ്പ്യാർ പറഞ്ഞു, കോലഭൂഭൂപസ്യ നഗരെ വാസര ഹരിവാസര മശകൈ മക്കുണേശാവി രാത്രയ ശിവരാത്രയായി. വാസര ഹരിവാസര, ഹരിവാസരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെയുള്ള വ്രതമാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് പകല് ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് പകല് മുഴുവൻ ഹരിവാസരമായി. മശകയും അക്കുണേശാവി, കൊതുകും മൂട്ടയും കടിച്ച് രാത്രി മുഴുവനും ഉറങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് ശിവരാത്രിയായി. അപ്പം ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമൊഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന. നമ്പ്യാർ കൂടെ ആ താരതമ്യത്തിലൂടെ പറയുന്നത് ശിവരാത്രിയുടെ ഉറക്കമൊഴിക്കലിനെയാണ്. അപ്പോൾ കൃഷ്ണ ചതുർദശി ദിവസമാണ്. കൃഷ്ണ ചതുർദശി അർദ്ധരാത്രി വരണമെന്നാണ്. അർദ്ധരാത്രി 2 ദിവസം. അപ്പം കൃഷ്ണ ചതുർദശി അർദ്ധരാത്രി കൃഷ്ണ ചതുർദശി വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം. അത് 2 ദിവസമായിട്ട് കൃഷ്ണ ചതുർദശി വരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം ആഘോഷം, ത്രയോദശിയോട് കൂടിയിട്ടാണ് ചതുർദശി വരുന്ന ദിവസമെങ്കിൽ അത് ഉത്തമമാണ്. കർത്തവാവോട് ചേർന്നിട്ടാ വരുന്നതെങ്കിൽ അധമമാണ്. ചതുർദശി മാത്രം ഒരു ദിവസം വരുന്നെങ്കിൽ അത് മധ്യമമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ദേവാസുരന്മാർ പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉയർന്ന ലോകനാശകരമായ കാളകൂടം, ആ കാളകൂടം ശിവൻ കുടിക്കും. സംസ്കൃതത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട്. അപ്പോ ഹലാഹലോ നൈവ വിഷം രമാ ജനാപരം വ്യത്യയമത്രമന്യത്തെ നിപീയ ജാഗർത്തി സുഖേന സംശിവ. കാളകൂടം എന്ന വിഷം കുടിച്ചിട്ട് ശിവനൊന്നും സംഭവിച്ചില്ല എന്ന്. അപ്പൊ ഹലാഹലോ നൈവ വിഷം, അതുകൊണ്ട് വിഷമല്ല കാളകൂടം. അതുകൊണ്ട് ആ വിഷം കുടിച്ച ശിവന് ഒന്നും സംഭവിച്ചില്ല എന്ന് അതിന് അർത്ഥം വേറെയും ഉണ്ട്. അതിൻ്റെ ഞാനിവിടെ ശിവരാത്രി ആയതുകൊണ്ട് ആ വിഷയം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ കാളകൂടൻ ശിവൻ കുടിക്കുകയും ശിവന് ബോധക്ഷയം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത്. അപ്പം ആ ബോധക്ഷയത്തിൽ നിന്നും ഭഗവാന് ബോധമുണരാൻ വേണ്ടി അതിൻ്റെ അനുസ്മരണാർത്ഥമായിട്ട് ശിവരാത്രി ദിവസം ഉപവാസം, ധ്യാനം, മന്ത്രോച്ചാരണം, പൂജ മുതലായവ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായി ശിവക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും വളരെ പ്രാധാന്യമാണ്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആലുവയിലും സോമനാഥത്തിലും തഞ്ചാവൂരും വാരണാസി, രാമേശ്വരം, ചിദംബരം, കാളഹസ്തി, ഓംകാരേശ്വരം എന്നീ ക്ഷേത്രങ്ങൾ വളരെ പ്രാധാന്യമാണ്. ലോകം മുഴുവനുള്ള ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഉത്സവമാണിത്. ഇപ്പൊ ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് അങ്ങനെയാണ്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ത്രിപാകശേഷാസു നിശാസു ചക്ഷണം നിമീല്യനേത്രിയെ സഹസാ വിബുദ്ധ്യത കോ നീലകണ്ഠപ്രജസീത്യലക്ഷ്യവാക് അസത്യ കണ്ഠാർപ്പിത ബാഹുബന്ധന. പാർവതി തന്നെ കുമാരസംഭവത്തിൽ പറയുന്ന ഭാഗമാണ്. രാത്രി ശിവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവില് രാത്രി ഞെട്ടി എഴുന്നേറ്റിട്ട് നീലകണ്ഠ എന്ന ലക്ഷ്യമായിട്ട് വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ശിവന് നീലകണ്ഠൻ എന്ന് പേര് വന്നത് പാർവതി കഴുത്ത് മുറുക്കെ പിടിച്ചത് കൊണ്ട് ആ വിഷം കാളകൂടം ആ കഴുത്തിൽ തട്ടി നിൽക്കുകയും അവിടെ നീലനിറമായി മാറുകയും ചെയ്യും. കണ്ഠം നീലനിറമായതുകൊണ്ട് നീലകണ്ഠൻ എന്ന് പേര് വന്നു. ആ വിഷം തട്ടിയത് കൊണ്ട് ഭഗവാൻ വിഷ്ണു കൃഷ്ണവർണ്ണനായി പാർവതിക്ക് കാളി എന്നുള്ള പേര്, ആ പാർവതിയുടെ നിറവും മാറി എന്നുള്ളതാണ്. അപ്പം മാറിയ ആ നിറമാണ് കാളി എന്നുള്ള കാളിമയോടുകൂടി വന്നത് എന്നുള്ള അർത്ഥത്തില്. ഇത് ശിവരാത്രി വ്രതം കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി ആണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. ത്രയോദശി ദിവസം
ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ചതുർദശിക്ക് നിരാഹാര വ്രതം ഇരിക്കുകയാണ് വേണ്ടത്. കറുത്ത എള്ളുകൊണ്ട് അഭിഷേകം ചെയ്ത് രാത്രി വിധിപ്രകാരം ശിവപൂജ നടത്തണം. കറുത്ത എള്ളുകൊണ്ടാണ് അഭിഷേകം നടത്തേണ്ടത്. അതിന് വേണ്ട പുഷ്പങ്ങൾ എരിക്കുംപൂവ്, ഇലഞ്ഞിപ്പൂവ്, കൂവളത്തില, അരളിപ്പൂവ് എന്നിവയാണ് അർച്ചനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പാകമായ മാമ്പഴം വെക്കുന്നതും നല്ലതാണ്. പിന്നെ ശിവലിംഗത്തിൽ അർപ്പിച്ച പുഷ്പം, ഫലം, ജലം മുതലായവ തിരിച്ചെടുക്കാൻ പാടില്ലെന്നുള്ളതാണ്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ശിവരാത്രി ആ പക്ഷത്തിൽ തന്നെ പല ആഘോഷങ്ങളും ഉണ്ട്. അതിൻ്റെ നവമി, 9ാമത്തെ പക്ഷത്തിൽ 9ാമത്തെ ദിവസം ജാനകി നവമിയാണ്. ശിവരാത്രിയുടെ തൊട്ടു മുമ്പ് ഏകാദശിയാണ്. വിജയ ഏകാദശി എന്നാണ് ഏകാദശിയെ പറയുന്നത്. അന്ന് വിഷ്ണു പൂജയാണ് നടത്തേണ്ടത്. പഞ്ചോപചാര പൂജയായിട്ടാണ് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, പിന്നെ നൈവേദ്യം. അങ്ങനെ അത് അഹോരാത്രമായ ഭഗവത് കീർത്തനം, അത് ദാരിദ്ര്യം നശിക്കാൻ, സമ്പത്ത് വർദ്ധിക്കാനൊക്കെ ഉത്തമമാണ് ആ ശിവരാത്രിക്ക് തൊട്ടു മുമ്പുള്ള ഏകാദശി എടുക്കുന്നത്. ഏകാദശി എടുക്കുന്നത് അരി കഴിക്കാതെ ഒരു നേരമായിട്ട് ഭക്ഷണം വേണമെന്നാണ്. അരി കഴിക്കാനേ പാടില്ല ആ ദിവസം. തുളസീദളം അരിയരുതേ, ഏകാദശി നാളിൽ ഒട്ടുമേ അരിയരുതേ എന്ന് ചൊല്ലുണ്ട്. അതൊരു യമകം പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഏകാദശി നാളിൽ അരി അരുതേ എന്ന് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്. അരി ഭക്ഷണം പാടില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലങ്കയിൽ രാമരാവണ യുദ്ധത്തിൽ രാവണനെ വധിച്ച് വിജയശ്രീലാളിതനായ ദിവസമായതുകൊണ്ടാണ് വിജയ ഏകാദശി എന്ന്. രാവണനെ വധിച്ച് രാമൻ വിജയം വരിച്ച ദിവസമാണ് വിജയ. അതുകൊണ്ടാണ് വിജയ ഏകാദശി എന്ന ഏകാദശിക്ക് പറയുന്നത്. ശിവരാത്രിക്ക് അടുത്ത ദിവസം അമാവാസി പിതൃബലിക്ക് ഉത്തമമാണ്. ആലുവായിൽ പിതൃബലി വളരെ വിശേഷമാണ്. തേവാരത്തിൽ തമിഴിലെ പ്രസിദ്ധമായ തേവാരം, പന്നിരു തിരുമുറൈ. ഇപ്പൊ ശൈവ സിദ്ധാന്തത്തെ തേവാരം എന്നാണ് പറയുന്നത്. തേവാരത്തിലും ഈ ആ അമാവാസിയുടെ പിതൃബലിക്ക് വളരെ പ്രാധാന്യം പറയുന്നു. അമാവാസി കഴിഞ്ഞ അടുത്ത ദിവസം പ്രതിപദം മുതൽ, പ്രഥമ മുതൽ 1ാമത്തെ ദിവസം മുതൽ ശുക്ലപക്ഷം അഷ്ടമി വരെ ആസമാതാ പൂജ എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നു. തുടർന്നുള്ള ഏകാദശി ആമലകി ഏകാദശിയാണ്. വിഷ്ണു ഭഗവാൻ നെല്ലി മരത്തിൽ വസിക്കുന്നു എന്നർത്ഥത്തിൽ നെല്ലി വൃക്ഷ പൂജ, നെല്ലി വൃക്ഷത്തിലാണ് ആ ഏകാദശി പൂജ നടത്താറ്. ഇപ്പം കേരളത്തിലെ 12 ശിവാലയങ്ങൾ, അത് കേരളത്തിലല്ല, ഇപ്പം തമിഴ്നാട്ടിലാണ് ഉള്ളത്. അവിടെ ശിവരാത്രി പരമപ്രധാനമാണ്. ശിവാലയ ഓട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തെക്കൻ കേരളത്തിൽ വളരെ വിശേഷമാണ്. തിരുമല, തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, മേലാങ്കോട്, കൽക്കുളം, തിരുവിടങ്കോട്, തിരുവിതാംകോട്, തൃപ്പരിക്കോട്, തിരുനട്ടാലം എന്നിവയാണ് ഈ 12 ക്ഷേത്രങ്ങൾ. 3 ദിവസം കൊണ്ട് 12 ക്ഷേത്രങ്ങളിലും പിന്നെ തിരുവട്ടാറും ശുചീന്ദ്രത്തും ദർശനം ചെയ്താൽ മോക്ഷം ലഭിക്കുന്നു എന്നാണ് സങ്കല്പം. ചുവന്ന മുണ്ടും കാവിമുണ്ടും രുദ്രാക്ഷവും വിശറിയുമായിട്ട് ഭക്തർ ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ച് ഓടിക്കൊണ്ടാണ് ദർശനം നടത്തുക. അതിന് കാരണം എന്താണ് എന്നാണ്, ഗോവിന്ദ ശിവക്ഷേത്രത്തിലാണ് ദർശനം. ഗോവിന്ദ ഗോപാല എന്ന് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ടാണ് ദർശനം നടത്തുന്നത്. അതിന് കാരണമുണ്ട്. കേശി എന്ന അസുരനെ അനന്തൻ വലിഞ്ഞു മുറുക്കി വിഷ്ണുവിൻ്റെ കിടക്കയാക്കി മാറ്റി കേശി എന്ന അസുരനെ. അപ്പൊ കേശിയുടെ 12 കൈകളിലും അവ നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് ഓരോ ശിവലിംഗം സ്ഥാപിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ 12 ശിവലിംഗങ്ങളാണ് ഈ 12 ക്ഷേത്രങ്ങളിലെ ശിവലിംഗങ്ങൾ. അങ്ങനെയാണ് ഈ 12 ശിവക്ഷേത്രങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് ശിവരാത്രിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആലുവായിൽ ശിവരാത്രി വലിയ വ്യാപാരമേളയാണ്. രാത്രി ഉറക്കമൊഴിയിലും ശിവപുരാണ പാരായണവും പ്രധാനമാണ്. പിറ്റേന്ന് രാവിലെ കഞ്ഞിയാണ് കഴിക്കുക. അതിന് ശിവരാത്രി കഞ്ഞി എന്ന് പറയും. ഭഗീരഥൻ ഗംഗയെ ആനയിച്ച കഥ തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതും ശിവരാത്രി ആയി ബന്ധപ്പെട്ട് പലരും വിശ്വസിക്കുന്നു. 14ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിരണം കവികളിൽ ഏറ്റവും പ്രസിദ്ധനായ കണ്ണശ്ശ രാമപ്പണിക്കർ എഴുതിയ 4 കൃതികളാണ് കണ്ണശ്ശ രാമായണം, കണ്ണശ്ശ ഭാരതം, കണ്ണശ്ശ ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം. ശിവരാത്രിയെ സംബന്ധിച്ച്
ശിവരാത്രി മഹാത്മ്യത്തെ സംബന്ധിച്ച് മലയാളത്തിലുണ്ടായ ആദ്യത്തെ കൃതി എന്ന് വേണമെങ്കിൽ പറയാം. 14th സെഞ്ചുറിയാണ്, 14ാം നൂറ്റാണ്ട്. അപ്പോൾ അന്നത്തെ പാട്ടുശൈലിയിൽ കൊടുന്തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മലയാള ശൈലിയാണ്. ആ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ദീർഘതരംഗിണി വൃത്തം, ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധം, അവിടെ ശിവൻ പ്രത്യക്ഷനാകുന്നതും, പിന്നെ അതുകൂടാതെ സുകുമാരൻ എന്നു പേരായ ഒരു 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 വ്യക്തി, അദ്ദേഹം വഴിവിട്ടു, തൻ്റെ സംസ്കാരത്തിൽ നിന്നും ജീവിത രീതിയിൽ നിന്നെല്ലാം വഴിവിട്ടുപോയി. അങ്ങനെ ഒരിക്കലൊരു ശിവരാത്രി ദിവസം ഒരു ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നു. ആ ദർശനത്തിലൂടെ അദ്ദേഹത്തിന് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെ മരണം സംഭവിക്കുന്നു. അവിടെ നിന്നും യമഭടന്മാർ വന്നപ്പോൾ ശിവന്റെ ഭടന്മാർ വന്ന് അവന് വേണ്ട മുക്തി കൊടുക്കുന്നു എന്നുള്ളതാണ്, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിൽ വിവരിക്കുന്നത്. അപ്പോൾ ശിവരാത്രി മാഹാത്മ്യം, ഈ രണ്ട് മാഹാത്മ്യങ്ങളാണ് ഈ കൃതിയിൽ പറയുന്നത്. കാലാന്തകൻ അഖിലേശൻ ഉമാപതി കാരുണ്യാമൃതപൂർണ കടാക്ഷൻ ഫലാക്ഷിജ്വലനേ ശലഭത്വം പണ്ടങ്കജന് വരുത്തിയ ദേവൻ നീലാരുണ നിറമാം നിജദേഹേ നിണ്ടു വിനിർഗതമാം വരരശ്മി ജ്വാലാമാലകൾ ആലേവിശ്വം ജ്വലിതമിതെന്നും വണ്ണം നിൻറാൻ എന്ന് വളരെ മനോഹരമായിട്ട് ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭഗവാന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. ആനത് കാലം മാഘേ മാസി നിശായാമാസിത ചതുർദശി കാലേ മാനസ സന്തോഷേണ പുകണ്ണാർ മധുസൂദനനോട് കമലോത്ഭവനും. അപ്പം ഈ മാഘമാസത്തില്, ഈ കുംഭമാസത്തിലെ ചതുർദശിയിൽ ഭഗവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ മുന്നിൽ വിഷ്ണുവും ബ്രഹ്മാവും തൊഴുകയോടെ നിന്ന ആ സംഭവമാണ് വിവരിക്കുന്നത്. കൂടാതെ അന്തകൻ അത് ഈ സുകുമാരനെ കൊണ്ടുപോകാൻ വന്ന അന്തകനോട് ശിവഭടന്മാരെ പറയുകയാണ്, പിന്നെ ആ ശിവരാത്രിയുടെ മാഹാത്മ്യം പറയുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അന്തകൻ ചോദിക്കുന്നു, അന്തകൻ അതു കേട്ട ആശ്ചര്യത്തോട് അടിമലർ തൊഴുതീശനോടറിയിച്ചാൻ എന്തു മഹേശ്വര ശിവരാത്രി വ്രതം ഇതിനുണ്ടാവാൻ ഇത്ര മഹത്വം. അപ്പം ഭഗവാൻ പറയുന്നു, അവശത കൂടാതെ ശിവരാത്രി അടുക്കും വണ്ണം നോൽപ്പവരുടെ ഗുണമിവ പലതും ചിന്തിച്ചറികൻറുടൻ ഈശ്വരൻ അന്തകനോട് അരുൾ ചെയ്താൻ എന്ന് ശിവരാത്രിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച്, ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കണം, അതുകൊണ്ടുള്ള ഫലം എന്താണ് എന്നൊക്കെ ഭഗവാൻ അന്തകനോട്, യമധർമ്മനോട് പറയുന്നതാണ് ശിവരാത്രി മഹാത്മ്യത്തിലെ വർണ്ണന. ആർത്തിയൊഴിക്കും ശിവരാത്രി വ്രതമാമതിനുടെ മാഹാത്മ്യമിതിതു പണ്ടാസ്തയൊടും മന്ദരഗിരിമീതിൽ അമർന്നുമമാതൊട് ശിവനരുൾ ചെയ്താൻ ആരണരാതി സമസ്ത പ്രാണികളാം അവർകൾക്കും പാപം തീർപ്പാൻ കാരണമാകിയ ശിവരാത്രി വ്രത കഥയിതു തന്നാലായ പ്രകാരം. ദേവന്മാർക്ക് പോലും, ദേവന്മാർ മാത്രമല്ല സമസ്ത പ്രാണികൾക്കും പാപം തീർക്കാൻ കാരണം ശിവരാത്രി വ്രതമാണ്. അതിനെയാണ് ഞാനിത് ഇവിടെ ചുരുക്കി വിവരിച്ചത് എന്ന് കവി പറയുന്നു. കോകില വാണികളാം നാരികളും കുംഭേമാസി ചതുർദശി നോറ്റിട്ടേക മനസ്സൊടുറക്കമൊഴിഞ്ഞാൽ യേശുമവർ ശിവപദതാരിനോടരിച്ചാൽ. അപ്പോൾ എല്ലാവരും കുംഭമാസത്തിലെ ചതുർദശി നോറ്റിട്ട്, ശിവരാത്രി വ്രതം നോറ്റിട്ട് മനസ്സോടുകൂടി, ഒരേ മനസ്സോടുകൂടി ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ ഐശ്വര്യം ഉണ്ടാകുമെന്ന് കവി കണ്ണശ്ശ രാമപ്പണിക്കർ എന്ന മഹാനായ കവി ശിവരാത്രി മാഹാത്മ്യം എന്ന ആ കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ എല്ലാവർക്കും ശിവരാത്രിയുടെ ഫലസിദ്ധിയും അങ്ങനെയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.